എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹംഗ്രി മൃണാളാണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ അവിടെ മൊത്തം തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. പിന്നെ ഹംഗ്രി മൃണാളിനെ കുറിച്ച് 2-3 അപവാദം ഞാനും അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹംഗ്രി മൃണാളിൻ്റെ ഹോട്ടലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹംഗ്രി മൃണാളാണ് നമ്മുടെ ടോപ്പിക്. അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് എനിക്ക് എന്നെ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഒരു റെഗുലർ ഓഡിയൻസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ റെഗുലർ ഓഡിയൻസ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ള സ്ഥിരമായിട്ട് എന്നെ കാണുന്നവർ മാത്രം ഈ ഒരു ഭാഗം കാണുക. അല്ലാത്ത മൃണാളിനെ കുറിച്ച് അറിയേണ്ടവർ നേരെ സ്കിപ്പ് ചെയ്യേണ്ട ടൈംസ് ആണ് ഞാൻ ഇവിടെ ഇട്ടേക്കാം. നിങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെക്കൂ. ഇത് നമ്മുടെ റെഗുലർ ഓഡിയൻസിന് വേണ്ടി മാത്രം പറയുന്ന സാധനങ്ങളാണ്. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു രണ്ട് വീഡിയോ ഇട്ടിരുന്നു. രേണുവിൻ്റെ വീഡിയോ അല്ലാത്ത കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഒരു 10-15 ദിവസം കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഭയങ്കര ഉഴപ്പാണ്. ഞാൻ ആകെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെയും കാണുന്നു, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അല്ലാതെ ഞാനത് ചെയ്യുന്ന വർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു 2 ദിവസം മുമ്പ് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇട്ടിട്ട് ഒരു 2-3 ദിവസമായി. ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ്, എനിക്കറിയാവുന്ന സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന സ്ഥിരം വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനു എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരൂ, ഞങ്ങൾ മനുവിൻ്റെ വീഡിയോ വീണ്ടും കണ്ടോളാം, കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു, എന്താണ് ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചധികം കമൻറ്റ്സ് അതിൻ്റെ താഴെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബിലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് മനു എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ഒരു തമാശ എലമെൻറ്റ് വരുന്നില്ല, ഫൺ വരുന്നില്ല, നിൻ്റെ ഫൺ കാണാനായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു. അതോടൊപ്പം കുറച്ച് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വെച്ച് ചോദിച്ചിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മാറ്റം ഉണ്ടായപ്പോൾ അത് തിരിച്ചറിഞ്ഞ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഇനി ആ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാവോ, സാമ്പത്തികം, മാനസികം, മനസമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും എന്നെ 4 സൈഡിൽ നിന്നും കഴുത്തിനിരിക്കാൻ തുടങ്ങി. സാമ്പത്തികമാണ് ഇതിൻ്റെയൊക്കെ ആധാരമായിട്ടുള്ള സാധനം. അതോടൊപ്പം തന്നെ കുറേ പ്രശ്നങ്ങൾ പല ആളുകൾ ഉണ്ടാക്കുകയും പല ആളുകൾ നമ്മളുള്ള ദേഷ്യത്തിൽ ചെയ്യുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. അത് എന്നെ റെഗുലറായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ സാമ്പത്തികമായി ചെറുതായിട്ടൊന്ന് അടിപതറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ഡൗൺ ആയിരുന്നു. പക്ഷേ അന്നൊന്നും ഞാനിങ്ങനെ താന്നു പോയിട്ടില്ല. ജോക്കർ എന്ന സിനിമയിലകത്ത് ദിലീപ് രത്നോട് സംസാരിക്കുന്ന സാധനം പോലെ നമ്മൾ കോമാളികളാണ്, നമ്മുടെ മുഖത്ത് എത്ര വിഷമമാണെങ്കിലും നമ്മളത് കാണിക്കാൻ പാടില്ല, നമ്മൾ സന്തോഷമായിട്ട് പെരുമാറണം, നമ്മൾ കാണുന്നവനെ ചിരിപ്പിക്കണം എന്നുള്ളൊരു ശാസ്ത്രത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. പക്ഷേ 100-ൽ 100% പ്രശ്നം വരുന്നത് വരെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എനിക്ക് ചിരിച്ച് കളിച്ച് ഈ ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റി. ആ 100 കഴിഞ്ഞ് ഇതൊരു 200-300% എൻ്റെ പ്രശ്നങ്ങൾ പോയപ്പോഴാണ് എനിക്ക് പല ആളുകളും കമൻറ്റ് ഇട്ടിരിക്കുന്നത്, നീ എങ്ങനെയോ തീർക്കാൻ വേണ്ടി ആ വീഡിയോ ചെയ്തിരുന്ന പോലെ. തീർച്ചയായിട്ടും അത് ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. അത് ഞാൻ നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥതയില്ലായ്മയാണ്, അതിന് ഞാൻ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കൂടിയപ്പോൾ അത് എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമമാണ് അതിലറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ചോദിക്കും, നീ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സംസാരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്ത് വന്നു. ഇല്ല, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരില്ല. അതത്ര ഈസി ആയിട്ട് വരാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. അതുപോലത്തെ ഇഷ്യൂസ് എനിക്ക് ചുറ്റുമുണ്ട്. ആയതിനാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട എൻ്റെ ഒരു ഫൺ എലമെൻറ്റ് ചിലപ്പോൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മനസ്സ് കീറി മുറിച്ച് അതിൽ നിന്ന് രക്തം ഒഴുകുമ്പോഴത്തേനും വായിൽ നിന്നും പുഷ്പങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളെ, എൻ്റെ പ്രോബ്ലംസ് എന്നെ തീർച്ചയായിട്ടും എൻ്റെ കണ്ടന്റിനെയും അല്ലെങ്കിൽ എൻ്റെ സംസാര രീതിയെയും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന തമാശകളെ എല്ലാം ബാധിക്കും. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരണം എന്നല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഞാനൊന്ന് റിക്കവർ ആകുന്നവരെ എൻ്റെ വീഡിയോയിൽ ഒരു ചെറിയ എപ്പോഴോ ഇവനൊരു തകരാറുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളെല്ലാം അത് ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ അഭിനയിച്ച് ചെയ്തേക്കാം, ചിലപ്പോൾ ശരിക്കും ഞാൻ സന്തോഷത്തിലേക്ക് അയക്കാം. എന്തായാലും അത് തിരിച്ചറിഞ്ഞ ആളുകളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ മൃണാളിലേക്ക് പോകാം. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൃണാളിലേക്ക് കയറാം. മൃണാളിൻ്റെ ഒരു ഹോട്ടലുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഇദ്ദേഹം തുടങ്ങി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എല്ലാ പ്രോഡക്ട്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് ബില്ല് മേടിക്കുന്നത്. അതായത് ചോറിന് ഇത്ര രൂപ, കോവയ്ക്കാത്തോരന് ഇത്ര രൂപ, മീൻ വറുത്തതിന് ഇത്ര രൂപ, അങ്ങനെ നമ്മൾ നോർമൽ ഹോട്ടലിൽ ചെല്ലുന്നു, 80 രൂപയ്ക്ക് ഒരു ഊണ് മേടിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, പോകുന്നു. മീൻകറി വേണമെങ്കിൽ അല്ലെങ്കിൽ മീൻ വറുത്ത് വേണമെങ്കിൽ സ്പെഷ്യൽ പൈസ കൊടുക്കണം. ഇവിടെ അങ്ങനെയല്ല. ചോറിനൊരു റേറ്റ്, ആ കറിക്കൊരു റേറ്റ്, ഈ കറിക്കൊരു റേറ്റ്, ഇങ്ങനെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാം.
മറ്റൊരു സവിശേഷത, ഈ മൃണാൾ എപ്പോഴും ഒന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് പാവങ്ങളുടെ ഹോട്ടലാണ്, ഇവിടെ ബൈക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റൂ, കാറുള്ളവർ ഇങ്ങോട്ട് വരേണ്ട, സാധാരണക്കാർ മാത്രം വരിക എന്നൊരു സാധനമാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിനെ വലിയ രീതിയിൽ ജനപിന്തുണ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത് പലതരത്തിലുള്ള സ്ട്രാറ്റജീസാണ്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾക്ക് കണ്ടുപിടിച്ചു, ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം മൃണാൾ പറയുന്ന ഒരു ചെറിയ ഭാഗം കേട്ട് തന്നെ തുടങ്ങാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് മൂക്കിൽ ഒരു ചെറിയ കുരു വരുന്നുണ്ട്. അപ്പോൾ അകത്ത് ശ്വാസം എടുക്കുന്നതിന് അപ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് രേണുസുധിയെ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേനും ഒരു ചേച്ചി വന്ന് അറിഞ്ഞ് പുറഞ്ഞതൊക്കെ കേട്ടോ, മൂക്കിന് കയറാവും, മൂക്കി തൊടുന്നിട, മൂക്കിനകത്ത് ഞാൻ കുത്തി കയറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അത് ഇതുകൊണ്ടാണ് എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ഷമിച്ചേക്കും. അല്ല ചേച്ചി, മിനി ചേച്ചി ക്ഷമിക്കണം, പൊന്നി ചേച്ചി, ഞാൻ മൂക്കിനകത്തൊന്നും തള്ളി കയറ്റിയതല്ലേ ചേച്ചി, ഇങ്ങനെ പിടിച്ചതാ ചേച്ചി, എൻ്റെ പൊന്നി ചേച്ചി. ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഈ ഹംഗ്രി മൃണ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ പൈസക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് റിച്ച് കിഡ്സ് അവരോട് വരാൻ പഠിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എത്ര പൈസ വേണം ചിലവാക്കാം. ഫോർ എക്സാമ്പിൾ, പൈസ ചിലവാക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ സൗകര്യത്തിലേക്കായിട്ട് ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചു. സ്ട്രോ അതിൻ്റെ കൂടെ കിട്ടൂല. ₹1 കൊടുത്ത് സ്ട്രോ വേറെ മേടിക്കണം. ചില്ലറ കളിയാ സ്റ്റാർട്ട്. ഒന്ന്, ₹1 എടുത്ത് സ്ട്രോ എക്സ്ട്രാ മേടിക്കണം. മറ്റെല്ലാ സ്ഥാപനങ്ങളിലും സ്ട്രോയ്ക്ക് അവർ പൈസ തരും. അപ്പോൾ ഈ തരുന്ന ജ്യൂസിന് വിലക്കുറവുണ്ടോ? അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഇത് പുള്ളി സെൽഫ് ട്രോൾ ആട്ടോ. പുള്ളിക്കെതിരെ വന്ന അലിഗേഷനൊക്കെ പുള്ളി തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂലോ, ചെറിയ പോർഷനേ കിട്ടുള്ളൂ. ഇത്രയൊക്കെ വേണമെങ്കിൽ 2 മണിയൊക്കെ മേടിക്കണം, 2 ചെറിയ പോർഷൻ മേടിക്കണം. കായ ബീഫ് കറിയിൽ കായാണ് കൂടുതലെന്നൊരു കംപ്ലൈൻ്റ് ഒക്കെ കിട്ടും. അത് പിന്നെ അങ്ങനെ മതി. പക്ഷേ ബീഫ് ഫ്രൈയിൽ തേങ്ങ കൊത്തി ഇത്ര ഇട്ട മുതലാവില്ലല്ലോ, തേങ്ങ ഭയങ്കര വരില്ല. ഓക്കെ, അപ്പോൾ കായ വറുത്തത്, കായ ബീഫ് കറിക്കകത്ത് കായയുടെ അളവാണ് വല്ലാത്ത മുൻതൂക്കത്തിൽ നിൽക്കുന്നത് എന്നൊരു അലിഗേഷൻ വന്നു. ഇങ്ങനെ കുറച്ച് അലിഗേഷനാണ് പറയുന്നത്. ഇദ്ദേഹം ഈ വീഡിയോയിൽ ഒന്നടങ്കം പറയുന്നത്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ, റിച്ച് കിഡ്സ് ആണ് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിനെ കുറ്റം പറയുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ എൻറ്റയർ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പണക്കാരൻ അങ്ങനെയാണ്, പക്ഷെ പാവങ്ങൾക്കാണിത്. പണക്കാരൻ അങ്ങനെ പറയാം, അങ്ങനെ പണക്കാരനാണ് എന്നെ കുറ്റം പറയുന്നത്, സാധാരണക്കാരനുള്ള കടയാണെന്നാണ് പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ ഈ കായ്ക്കകത്ത് ഉപ്പ് പുള്ളി ആർക്ക് കൊടുത്തിട്ടുള്ള മറുപടിയാണ് നിങ്ങൾക്കറിയോ? എന്നാ കണ്ടോ. ഓർഡർ ചെയ്തത് ഒരു ബീഫ് കായ കറി 66 രൂപ ടാക്സ് ഇല്ലാതെ, ചപ്പാത്തി 10 രൂപ, 4 മേടിച്ചു. അങ്ങനെ മൊത്തത്തിൽ 111 രൂപ ടാക്സ് അടക്കം. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു. ചിക്കൻ കറി 36 രൂപ, അതായത് സിംഗിൾ പോർഷൻ. ഇതെല്ലാം സിംഗിൾ പോർഷനാണ് കറിയൊക്കെ. അതിന് ടാക്സ് അടക്കം 38 രൂപ. ഇതാണ് ചാർജ് നോക്കുമ്പോൾ നമ്മൾ വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. അതൊരു വിജയം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത്. അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, സാധനം കറി ഒരു ഗുണമില്ല, ബ്ലാങ്ക് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ്. അതെന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത്? അത് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ബീഫ് കായ കറിക്ക്, അതായത് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു. എന്നാൽ ബീഫിന് ആകെ 2 പീസ് ബീഫാട്ടോ, അതായത് ഒരു ഇടത്തരം പീസ് 2 പീസ് ബീഫാണ്, പിന്നെ കായയുടെ പീസുകളും. ഇതാണ് 66 രൂപയ്ക്ക് കിട്ടുന്നത്. ഈ സാധനത്തിനുള്ള മറുപടിയാണ് പുള്ളിക്കാരൻ ദവടിപ്പോൾ കൊടുത്തായിട്ട് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ മൃണാളിനെ വിമർശിച്ച ആൾ പറഞ്ഞത് ആ സാധനത്തിൻ്റെ ഫുഡിനൊന്നും ക്വാളിറ്റി ഇല്ല, ഈ ഒരു ടേസ്റ്റ് അല്ല അതിന് വരുന്നത് എന്നുള്ള ഒരു അലിഗേഷനും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മൃണാളിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പല ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നു, ചെറുതോ വലുതോ ആയ ഹോട്ടലുകളിൽ പോയി കഴിച്ചിരിക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ അതിന് അറഞ്ചം പുറത്ത് കുറ്റം പറയുന്നു. അതായത് ഒരു ആവറേജ് ആണെങ്കിൽ പോലും ബിലോ ആവറേജ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ ദ വേസ്റ്റ് ഐറ്റം എന്നൊരു റിവ്യൂ ആണ് ഇദ്ദേഹം പലയിടത്തായിട്ട് കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥാപനം ഇട്ട് ഇദ്ദേഹത്തിന് ഒരു വിമർശനം വന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിന് അത് ചങ്ക് പൊട്ടുന്ന വേദനയായി മാറി. അതാണ് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി കഴിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതൊന്നുമല്ല, സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ്, സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ്, വൃത്തിയും വലിയ പ്രശ്നമാണ്. ഊണിന് 30 രൂപയിലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെയൊക്കെ പോരെ എന്ന് വേണേൽ തിരിച്ച് ചോദിക്കാം. പക്ഷെ അതല്ല ഭക്ഷണത്തിൻ്റെ ഒരു രീതി എന്നാണ് എൻ്റെ വിശ്വാസം.
അതല്ല ഭക്ഷണത്തിൻ്റെ രീതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ആ സാധനം തന്നെയാണ് കൊടുത്തത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ മൃണാൾ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് യാതൊരു നിലപാടുമില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 50 രൂപയ്ക്ക് ഷവർമ ഉണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം പലയിടത്ത് പോയി ഷവർമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഷവർമ കഴിച്ച് ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ ഇദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തി, ഒരു ചിക്കൻ്റെ ഇത്ര ഭാഗങ്ങളെ നമുക്ക് ഷവർമയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഷവർമയ്ക്ക് ഇത്ര പീസസ് ഉണ്ടാവണം, അപ്പോൾ 50 രൂപയ്ക്ക് ഷവർമ കിട്ടുമ്പോൾ തന്നെ അത് കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു വകതിരി വലിയ നമ്മൾ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ പറയും, അതാണ് പുള്ളിയുടെ ഒരു സാധനം. ഇനി ഈ മൃണാളിനെ കുറിച്ച് ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മോശം റിവ്യൂസും കുറച്ച് നല്ല റിവ്യൂസും ഒരുപാട് മോശം റിവ്യൂസും വരും. മറ്റൊരു റിവ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ കൗണ്ടറുണ്ട്. എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. മികച്ച പരിപാടിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർട്ടിയിൽ അവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഒരു ആക്രി സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെ അല്ലല്ലോ ഭക്ഷണം. അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ല. ഭക്ഷണം എന്ന് പറയുന്നത് ബാക്കിയുള്ള സാധനം പോലെ അല്ല. അപ്പോൾ ഇദ്ദേഹം നിപ്പിൽ വാക്ക് മാറ്റി പറയുന്ന ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നും. അതായത് ഇദ്ദേഹം ഒരു ഉപഭോക്താവായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം പൈസ കൊടുത്തിട്ട് കഴിക്കുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു. അതേസമയം ഇദ്ദേഹം ഒരു കച്ചവടക്കാരനായപ്പോഴത്തേനും ആദ്യം രൊക്കം, പണം, പിന്നെ നിനക്കുള്ള സാധനം എന്നൊരു മൈൻഡ് സെറ്റിലേക്കായി അദ്ദേഹം ഇപ്പം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ചെറിയ പോർഷനായിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ഇട്ട വീഡിയോക്കകത്ത് ഒരുപാട് നേരം ഇദ്ദേഹം കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോർഷനോടെ കാണിച്ചിട്ട് നമുക്ക് ഇത് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ച സ്ട്രാറ്റജി എന്ന് കേട്ട് നോക്കാം. നിങ്ങളിൽ ചിലർക്ക് അപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടാവും, റിച്ച് കിഡ്സ് എങ്ങനെയാ വരിക, അവർക്ക് പാർക്കിംഗ് ഇല്ലല്ലോ. എടാ, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ യു ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് റിച്ച് കിഡ്സ്. ഇതിൻ്റെ കൂടി ഇത് 4 പോകും. ഞാൻ പറഞ്ഞു വന്നത് റിച്ച് കിഡ്സിന് പാർക്കിംഗ് വേണ്ട. തൃപ്പൂണിത്തറ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിൽ കുറേ പാർക്കിംഗ് ഉണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ ഇതിപ്പോൾ തൃപ്പൂണിത്തറയിലാണ് നമ്മളുള്ളത്. ഇടയ്ക്കൊരു ആക്രാന്തം വന്നുകൊണ്ട് കഴിച്ചു പോയതാ. ക്ഷമിച്ചടാ, ഫുൾ ടൈം റിച്ചായിട്ട് അഭിനയിക്കാൻ നിലകൊണ്ട് വരില്ല. ഇടയ്ക്കിടയ്ക്ക് ഒറിജിനൽ സംഭവം പുറത്തു വന്നു. റിച്ച് ആയിട്ടുള്ള കിഡ്സിന് പാർക്കിംഗ് വേണ്ട. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ഹാവ് ഡ്രൈവേഴ്സ്, ഡോണ്ട് ദേ? സീ റിയലി റിച്ച്. ബിക്കോസ് ദേ ഹാവ് ഡ്രൈവേഴ്സ്. അതായത് ഇദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങി പറഞ്ഞത് ഇവിടെ ബൈക്ക് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ, കാർ ഉള്ളവർക്ക് നമ്മൾ ഈ സ്ഥാപനം കൊടുക്കില്ല എന്ന്. അപ്പോൾ ഡ്രൈവറെ വെച്ച് കാർ ഓടിക്കുന്ന ഒരു റിച്ച് കിഡ് ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങി നീണ്ട ക്യൂ നിന്ന് പോയി സാധനങ്ങൾ വാങ്ങി കൗണ്ടറിൽ പോയി ഇരുന്ന് കഴിച്ചതിന് ശേഷം കുറ്റം പറയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാർ പാർക്കിംഗ് ഉള്ളിടത്ത് ഡ്രൈവർ ഉള്ള ഒരാൾ പോകുമോ, അതോ ഇതുപോലെ ക്യൂ നിന്ന് യാതൊരു മുൻഗണനയും കിട്ടാത്തൊരിടത്ത് ഈ റിച്ച് കിഡ് പോകുമോ? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താങ്കൾ ഒരു പുവർ കിഡാണോ? താങ്കൾ എക്സ്ട്രീംലി റിച്ച് കിഡാണ്. മൂന്നാമത്തെ കാര്യം, ഈ സ്ഥാപനത്തിന് ഞാനിവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇതിൻ്റെ ക്വാണ്ടിറ്റി എനിക്കറിയില്ല, ഇതിൻ്റെ ക്വാളിറ്റി എനിക്കറിയില്ല. പല തരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജി, ഒരു ഇന്നോവേറ്റീവ് സ്ട്രാറ്റജിയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും എവരിഡേ ലോ പ്രൈസ് എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനം കിട്ടുന്നു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം. വളരെ നിസ്സാരമായിട്ടൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ നമുക്കിത് ഇയാൾ ഭയങ്കര കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നോർമലി നമ്മളൊരു കടയിൽ കയറി ഒരു ഊണ് കഴിക്കുകയാണ്. കൊല്ലത്തെ ഒരു വിലപട്ടി വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒരു 80 രൂപ ഒരു ഊണിന് പരമാവധിയാവും. പക്ഷേ അതേസമയം നമ്മൾ ഈ ഹംഗ്രി മൃണാളിൽ പോയി കഴിക്കുമ്പോഴത്തേനും ചോറിന് 20 രൂപ, ആ കറിക്ക് 10 രൂപ, ഈ കറിക്ക് 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വലിച്ചു നീട്ടി ഒരു 150 രൂപയെ കൊണ്ട് എത്തിക്കും. നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ മോർ വില അതിനകത്ത് ആഡ് ആവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ ചിന്തിക്കും ഇത്ര അടുത്ത് അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ നോർമൽ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുമ്പോഴത്തേനും ചോറ് അൺലിമിറ്റഡ് ആണ്. നമ്മൾ 2ാം പന്തി, 3ാം പന്തി, സാമ്പാർ 2ാം പന്തി, 3ാം പന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. മോര്, എക്സ്ട്രാ മോര് ഒഴിക്കും, എക്സ്ട്രാ രസം വേണമെങ്കിൽ ഒഴിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് സാമ്പാർ എക്സ്ട്രാ വേണോ, എക്സ്ട്രാ പേ ചെയ്ത് പീസ് എടുക്കണം. നിങ്ങൾക്ക് ഇത് വേണോ, എക്സ്ട്രാ പേ ചെയ്ത് പീസ് എടുക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലെല്ലാം ഉപരി അദ്ദേഹം അറപ്പറ ഓടി നടന്ന് വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഫുഡിനെ കുറിച്ച്. നമ്മുടെ അശ്വന്ത് കോക്ക് സിനിമയിൽ ചെയ്യുന്ന പോലെ. എന്നിട്ട് അശ്വന്ത് കോക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ വിമർശിക്കരുത് എന്ന് പറയുന്ന ശാസ്ത്രം എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹം സകലമാന ഹോട്ടലുകളിലും പോയിട്ട് ഇദ്ദേഹം കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ഒരു സ്ഥാപനം നടത്തി അതിലേക്ക് ആൾക്കാർ അവരുടെ വിമർശനങ്ങൾ വെക്കുമ്പോഴത്തേനും
നീ കാശുള്ളവനാ, നീ കുറ്റം പറയാനായിട്ട് വന്നതാ, നീ ഡ്രൈവറെ അവിടെ ഇറക്കി, ഡ്രൈവർ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ അങ്ങ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നീ ക്യൂ നിന്ന് പോയി ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് നീ കുറ്റം പറഞ്ഞവനാന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് ശാസ്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതൊരു പ്രീമിയം ഔട്ട്ലെറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക, അതായിരിക്കും ഏറ്റവും മികച്ച സാധനം. അല്ല ഇത് എന്തിനാണ് ഇദ്ദേഹം ഒരു അഹങ്കാരം, പുച്ഛം, ആ ഒരു മനോഭാവത്തോടെയാണ് ഈ വീഡിയോ മൊത്തം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കടയിലുള്ള അരിപ്പത്തിരി, അതും പാലും ഒക്കെ പുള്ളി ഒന്ന് പ്രൊമോട്ടും ചെയ്യുന്നു. ഇതാണ് സംഭവം. ഏതായാലും ഒരു ബിസിനസ് നടത്തുമ്പോഴത്തേനും കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും അംഗീകരിക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇറങ്ങി അവരുടെ പാർട്ട്ണറും നിങ്ങൾ എത്ര പോസിറ്റീവ് ഉണ്ടാക്കിയാൽ നോക്കിയാലും നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് അവിടെ കിടക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന കേട്ടിട്ടുണ്ട്.